ഹേ ഗായ്സ്, അങ്ങനെ നമ്മളിത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളിതാ ഇവിടെ നേരെ പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ ഓയിലായിട്ട് ഒഴിക്കുന്നത്, നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നുമല്ല, നമ്മൾ നോർമലായിട്ടുള്ള ഓയിലാണ് ഒഴിക്കുന്നത്. അത് നമ്മൾ ഒഴിച്ച് നമ്മളിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പകുതി ചേർത്താൽ മതി. കാര്യം നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു 100 ഗ്രാം വരുന്ന ഒരു നെയ്യുടെ കുപ്പിയാണ് എടുക്കുന്നത്. 100 ഗ്രാം 50 ഗ്രാം വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സവോളയും നമ്മുടെ കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എല്ലാം മാറ്റാം. ഇത് നമ്മൾ ഫ്രൈയിലേക്കുള്ളതാണ്. അപ്പം നമ്മളത് ഒരു പിടി ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. അപ്പം നമ്മളിവിടെ ഒരു പിടി ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് വരട്ടെ. അപ്പം നമ്മളിതിലേക്ക് നമ്മൾ അരി വേവിക്കാനായിട്ട് നമ്മൾ കുഞ്ഞരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ അരിയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് നമ്മളത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള മസാല ഐറ്റംസും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കാര്യം നമ്മളിതിൽ ഉപ്പ് ഇട്ട് വേവിക്കുമ്പോൾ നമ്മൾ അരിക്ക് ആവശ്യമുള്ള ഉപ്പ് വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് അതൊന്ന് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ബിരിയാണിക്കുള്ള മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് നമ്മൾ ആ വയറ്റി വെച്ചിരിക്കുന്ന ആ എണ്ണ ബാക്കി വന്ന ഇത് തന്നെയല്ല, അതാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ. അത് ഒഴിച്ച് പിന്നെ ആവശ്യത്തേക്കുള്ള ബാക്കിയുള്ള ഓയിലും വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു പട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പട്ടയൊന്ന് ചൂടായി വരണം. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സബോള ഉണ്ടല്ലോ, അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കാര്യം ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് വരാൻ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും. അതുകൊണ്ടാട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉപ്പ് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതൊന്ന് വഴഞ്ഞ് വരട്ടെ. ആ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ചോപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മീൻസ് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണവും ഇതൊന്ന് വഴഞ്ഞും കൂടെ വരണം. ആ ഒരു സമയം വരെ നമ്മൾ മൊത്തത്തിൽ മിക്സാവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ആട്ടോ ചെയ്യുന്നത്. അതാണ് ഇങ്ങനത്തെ രീതി. ഈ സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തക്കാളി നീളം സൈസിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കുക. എന്നാലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വഴഞ്ഞ് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഈ തക്കാളിയുടെയും ഈ സവോളയുടെയും കൂടെ വെള്ളം ഇറങ്ങി വരും, അത് ഉറപ്പാണ്. ഈ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറാൻ നിൽക്കേണ്ട. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളിതിലേക്കുള്ള മസാലാസ് ചേർക്കുന്നത്. മസാലാസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എരിവ് എത്രയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ അടുത്ത് വരുന്ന രീതിയിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണവേ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് നമ്മൾ നന്നായിട്ട് അവിടെ ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് വെക്കുക. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി, നമ്മളിവിടെ എപ്പോഴും മസാല പൊടിച്ചാട്ടോ വെക്കാറ്. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. മസാലാസ് മേടിച്ച് നമ്മൾ ഉണക്കി ഒന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ. നമ്മൾ മസാലാസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളിയും കൂടെ എല്ലാം ഒന്ന് വഴഞ്ഞ് വന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാരങ്ങയുടെ കുരു ആഡ് ചെയ്യാതിരിക്കുക. കാര്യം കുരു ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കയ്പ്പിറങ്ങി ബിരിയാണിക്ക് ഫുള്ളൊരു കയ്പ്പായി മാറും. അപ്പം നാരങ്ങയുടെ ഒരു പകുതി നമ്മൾ ചേർത്ത് കൊടുക്കണം. പകുതി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കാര്യം ഈ സവോളയും കൂടെ ഒന്ന് വെന്ത് ഇതിനൊന്ന് വഴഞ്ഞ് വരാനായിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്
കരിവേപ്പിലല്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചല്ലോ എന്ന്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം കരിവേപ്പില ഇലയും കൂടെ ഇട്ട് അതിലേക്ക് തന്നെ നമ്മൾ മല്ലിയില ഇലയും പ്ലസ് പുതിന ഇലയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് രണ്ടും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കും. കട്ടിത്തൈര് ഒഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ തൈര് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ ആട്ടോ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ. ഇനി ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഫ്രൈസൊക്കെ ഇല്ലേ, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലിട്ടിരിക്കുന്നത് വെള്ള ബിരിയാണി കസ്കസാട്ടോ. എന്തൊക്കെ പേരാണ്. ആ സാധനം നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ ആ ബിരിയാണി ആ കസ്കസ് നമ്മളിട്ട സമയത്ത് തന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാലാസ് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് വരുന്നത്, ഈ ഒരു കസ്കസ് ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കസ്കസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈദുൽ മുബാറക്കായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാകമൊക്കെ നോക്കാം. ഉപ്പ് വേണോ, എരിവ് വേണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിച്ച് കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ അവസാനത്തെ ഘട്ടം വരുന്നത്. എന്താണെന്നല്ലേ, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒഴിച്ച ഓയിലൊക്കെ ഒന്ന് വറ്റി, അധികം നമ്മൾ ഒഴിച്ചിട്ടില്ലായിരുന്നു, കുറച്ചേ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അത് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒന്ന് ഫിസിലടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ആവി വെച്ചാൽ മതി കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മളിതാ അരി ഇവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ല നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച്, അത് നമ്മളിവിടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താരത്തിനെ എടുത്ത് വയ്ക്കാം. താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം. അപ്പം ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 ഫിസിൽ വരെ വേവിച്ചെടുത്ത് വരാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ 3 ഫിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, നന്നായിട്ട് ആവി തിളച്ചും വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. ദമ്മിടൽ, അതാട്ടോ അവസാന ഘട്ടം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ അവസാന ഘട്ടമായി. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താണ് പറയുന്ന മൊത്തം തെറ്റിപ്പോകുന്നു. അങ്ങനെ നമുക്കത് ഇട്ട് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആ മസാലാസ് അല്ലേ, അതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലാസ് മീൻസ് നമ്മൾ ആ മല്ലിയില അതെല്ലാം നമ്മൾ താഴത്തെ കട്ട് ഫുള്ളും നമ്മൾ ബാക്കി വെച്ച മല്ലിയില പുതിന എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവസാനത്തെ ലാസ്റ്റ് മെയിൻ പേരിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ പൊത്തി വെക്കണം. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വാനില എസൻസും കൂടി നമ്മൾ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് പൈനാപ്പിളോ ഒന്നും ചേർത്തിട്ടില്ല, അതും ചേർത്ത് കൊടുത്ത് നമ്മളുടെ പൈനാപ്പിളിൻ്റെ എസൻസ് വരുന്നില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു ബിരിയാണി. അപ്പം ഇപ്പം തന്നെ ആ ബിരിയാണി ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു കാര്യം കൂടെ മറന്നുപോയി, നമ്മൾ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ ദമ്മിടാനായിട്ട്. അങ്ങനെ നമുക്ക് നെയ്യൊക്കെ ഇട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്ക് ലോൺ ഫ്ലെയിമിലിട്ട് ഒന്ന് ദമ്മിടാം. അങ്ങനെ നമ്മൾ ദമ്മിട്ടിട്ട് വരാം. അങ്ങനെ നമ്മളത് ആ ദമ്മൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് ഈ ഇളക്കുന്ന ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ചിക്കനൊക്കെ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ആ റൈസും ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ എൻ്റെ പൊന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലവ് യു. ബൈ.